പൂരത്തിനൊരുങ്ങി നാടും നഗരവും. പൂരാവേശം കൊടുമ്പിരി കൊള്ളുമ്പോൾ പൂരത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു കൂട്ടം ജനങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. തൃശൂരിൽ നിന്നും രഞ്ജിൽ രാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാടും നഗരവും പൂരാവേശത്തിൽ മുഴുകിയിരിക്കുമ്പോഴും ഈ പൂരത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കച്ചവടക്കാരും നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ പൂരത്തിന്റെ ആവേശം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, நாங்கள் எல்லா குளமும் போகிறதெல்லாம் வரானோன்னு. என் பேர் வந்து சந்தோஷ்குமார். வீடு தமிழ்நாட்டில் தேனியில். எல்லா குளமும் வரணுன்னு. അത് ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഞങ്ങൾ നല്ല ഒരു കച്ചവടം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിരുന്ന് 10-300 വണ്ടി ഇവിടെ കച്ചവടത്തിന് വന്നിട്ടുണ്ട്. ഇന്നലെ എല്ലാവർക്കും നല്ല കച്ചവടം കിട്ടി. ഇപ്പോൾ നല്ല ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിലെ നമ്പർ 1 കച്ചവടം കിട്ടുന്നത് ഈ സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വരും. കച്ചവടം കുഴപ്പമില്ല, നല്ല കച്ചവടം നടക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് പൂരാവേശം എത്രത്തോളം ഉണ്ട്? പൂവാസം അടിപൊളിയാണ്. ഇവിടുത്തെ പറഞ്ഞവരെല്ലാം കേരളക്കാരനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം പ്രത്യേകമായിട്ട് കിട്ടുന്നുണ്ട്. ചേട്ടനൊപ്പം ഇനിയും കുറെ പേരുണ്ടോ? പിന്നെ കുറെ പേരുണ്ട്, അവിടെ ഇവിടെയൊക്കെ എല്ലാം ഉണ്ട്. എല്ലാ കച്ചവടം ചെയ്യുന്നുണ്ട്. എല്ലാരും ഈ ഒരു വർഷത്തെ കാത്തിരിപ്പാണോ നിങ്ങളുടെ എല്ലാവരുടെയും? എല്ലാം ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. നല്ല ഒരു ആകർഷമാണ്. പ്രത്യേക സന്തോഷമുണ്ട് ഇവിടെ കാണാൻ. നാട്ടുകാർ ചിലർ ഫാമിലി ആയിട്ടും ഇവിടെ വന്നിട്ടുണ്ട്. പൂരം കണ്ടിട്ട് കച്ചവടം ചെയ്യാനുള്ള ആൾക്കാരുണ്ട് ഇവിടെ. പൂരം കഴിഞ്ഞു പോകുമ്പോഴേക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഫിനാൻഷ്യലൊക്കെ? അത്യാവശ്യം ഫൈനാൻസ് കിട്ടും. നല്ല ഒരു തുക കിട്ടും. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോ ഈ ഒരു കട അല്ലെങ്കിൽ സ്റ്റോൾ ഇടുന്നതിന് പൈസ കൊടുക്കണോ? ഇല്ല, വലിയതായിട്ടൊന്നും ചോദിക്കുന്നില്ല. അവര് ആരും പൈസ ഒന്നും ചോദിക്കുന്നില്ല. നമ്മളടുത്ത് വരുന്നവരടുത്ത് അങ്ങനെ ഫ്രീ ആയിട്ട് കച്ചവടം ചെയ്തോളാൻ പറയും. ഇവിടുത്തെ നല്ല സപ്പോർട്ട് ചെയ്യാം പബ്ലിക്, ഇവിടുത്തെ എല്ലാ ആൾക്കാരും. നമുക്ക് തൃശ്ശൂർ അടിപൊളിയാണോ? അടിപൊളിയാണ്. ഒരു നാട് മൊത്തം പൂരാവേശത്തിൽ മുഴുകുമ്പോഴും ഒരു ജനത ഈ ഒരു തന്റെ ഉപജീവനത്തിന് വേണ്ടി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അവര് ഈ ഒരു പൂരം വരാൻ വേണ്ടിയിട്ട്. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം രഞ്ജില ജർണർ, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.